ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരൻ്റെ ഫോണിലേക്ക് ഗീതു വിളിക്കുമ്പോൾ അതെടുക്കുന്നത് മാർഗഴിയാണ്. ഭാര്യയെ വിളിക്കുന്ന പാവം ഭർത്താവിനെ ഏട്ടൻ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് മാർഗഴി ചിരിക്കുകയാണ്. ഇതൊക്കെ ഗീതു കേൾക്കുന്നുണ്ട്. ഗീതു സ്പീക്കറിലാണല്ലോ ഇട്ടേക്കുന്നത്. അങ്ങനെ രേഖയും പ്രിയയും അവിടെ നിൽക്കുന്ന എല്ലാവരും അത് കേൾക്കുന്നു. ഗീതു ഇത് കേട്ട് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, ഈ ഫോൺ എടുക്കാൻ നീ ആരാടിയെന്ന്. തിരിച്ച് എന്താ വിളിച്ചത്, ഡീന്നോ? അതേടി, നിന്നെപ്പോലുള്ള ഒരുമ്പെട്ടവളമാരെ വിളിക്കാനായിട്ട് ഇതിലും മാന്യമായ ഭാഷ എനിക്കറിയില്ല. ഒരുമ്പെട്ടവളെ ഞാനല്ല, നീയാടി വൃത്തികെട്ടവളെ എന്ന് മാർഗഴി പറയുന്നു. എടി ഒരുമ്പെട്ടവളെ നീയാണെന്ന് ഗീത പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ വരണേട്ടന് വന്ന കോളം നീ എടുക്കുമായിരുന്നോ എന്ന്. എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ നീ ആരാടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് മാർഗഴി ചോദിക്കുന്നു. ഫോൺ വെച്ചിട്ട് പോടി യക്ഷി. എന്താടി വിളിച്ച യക്ഷിന്നോ? അതേടി ചുടല യക്ഷിയെന്ന് മാർഗഴി പറയുന്നു. എനിക്ക് കുടുംബം നോക്കി ജീവിക്കുന്ന ഞാൻ യക്ഷിയാണെങ്കിലേ മറ്റൊരുത്തിയുടെ ഭർത്താവിനെ തട്ടിടേക്കുന്ന നീ മറുതയാടി എന്ന് പറയുന്നു. ആന മറുത. ഇത് കേട്ടിട്ട് രേഖയ്ക്കാകെ വിഷമാകുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, നീ ചീത്ത വെളിയിൽ എന്നോട് മത്സരിക്കുകയാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാടി, ചെവി തുറന്നു വെച്ച് നീ കേട്ടോ. അങ്ങനെ മാർഗഴി വിളിക്കാൻ പാടില്ലാത്ത എല്ലാ ചീത്തയും വിളിക്കുന്നുണ്ട്. അതൊക്കെ സൈലൻ്റായിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് പ്രിയ ചെവി കൊത്തുന്നുണ്ട്. കാഞ്ചനാണെങ്കിൽ അടി മുറുകട്ടെ എന്ന് കരുതിയിട്ട് വിരലുകൾ കൊണ്ടിങ്ങനെ ഉരസുകയാണ്. ഇത്രയും ചീത്തവിളിയൊക്കെ കേട്ടിട്ട് ഗീതുവും അവിടെ നിൽക്കുന്ന രേഖയൊക്കെ തലകറങ്ങിയും വേർത്തൊക്കെ നിൽക്കണം. അടുത്ത മാർഗഴിയുടെ കയ്യിൽ നിന്ന് ഫോൺ മാർഗഴിയുടെ അമ്മ വാങ്ങിയാണ്. അവരങ്ങോട്ട് അതിനേക്കാൾ അപ്പുറത്തെ ചീത്തവിളി തുടങ്ങി. ഗീതൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. മാർഗഴി തിരിച്ച് ഫോൺ വാങ്ങിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് മതിയായോടി എന്ന്. അപ്പോൾ ഗീത പറയുന്നുണ്ട്, എടി എനിക്ക് തിരിച്ച് വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, നിനക്ക് മുന്നും പിന്നെ നോക്കാനില്ലല്ലോ, അതുപോലെയല്ല ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിൽക്കുക. മാർഗഴി അപ്പോൾ പുച്ഛിച്ച് പറയുന്നുണ്ട്, ഓ ഒരു കുടുംബിനി, ഭർത്താവിനെ മര്യാദയ്ക്ക് നിർത്താൻ കഴിയാത്ത നീയൊക്കെ എന്ത് ഭാര്യയാടിയെന്ന്. ഗോവിന്ദ് ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗീതു അങ്ങനെ മാർഗഴിയോട് പറയാണ്, എൻ്റെ ഭർത്താവിനെ ഞാൻ മര്യാദയ്ക്ക് തന്നെ നിർത്തിയിരിക്കുന്നത്. മാർഗഴി അപ്പോൾ പറയുന്നുണ്ട്, എന്നിട്ടാണോ ഭർത്താവ് നിന്നെ യക്ഷിന്ന് വിളിക്കുന്നത്? ഗീതു ഗോവിന്ദിനെ അടുത്തേക്ക് വിളിച്ച് ചേർന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ ഞാൻ യക്ഷിയല്ല, ദേവതയാണ്. മാർഗഴി ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, പുറമേ അങ്ങനെയൊക്കെ വിളിച്ചാലും നിൻ്റെ സ്വഭാവം യക്ഷിയുടേതാണല്ലോ, അതുകൊണ്ട് നിൻ്റെ ഭർത്താവ് ഫോണിലെ നിൻ്റെ പേര് യക്ഷി എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഗീതു അങ്ങനെ ഗോവിന്ദാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് ഗീതിന് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഗോവിന്ദിൻ്റെ ഫോൺ വാങ്ങിയിട്ട് അങ്ങനെയാണോ, എങ്കിലും ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഫോണിലേക്ക് നോക്കുകയാണ്. ഗോവിന്ദ് ആ ഫോൺ വാങ്ങിയിട്ട് സംസാരിക്കുകയാണ്, അതെ, എൻ്റെ ഭാര്യയുടെ പേര് ഞാൻ എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, നീ എങ്ങനെ അറിഞ്ഞുവെന്ന്. ആരാ നീ? അയ്യോടാ സാർ, ഇത്ര പെട്ടെന്ന് എന്നെ മറന്നോ എന്ന് മാർഗഴി ചോദിക്കുമ്പോൾ ഗീതു ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. ഇന്നലത്തെ എൻ്റെ ഡാൻസ് സാറിന് ഓർമ്മയില്ലെന്ന് ചോദിക്കുമ്പോൾ ഗീതു വീണ്ടും നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. മാർഗഴിയാണെങ്കിലും മറ്റേ മാർഗഴിയെ മല്ലികയെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഗീതു ഷോളൊക്കെ മുറുക്കി പിടിച്ച് ഗോവിന്ദിനെ അടിക്കാൻ കണക്കാക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും മാർഗഴി ആ കോളങ്ങ് കട്ട് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ മാർഗഴി ഭയങ്കരമായിട്ട് ചിരിച്ച് അതങ്ങ് അവിടെ കഴിയുന്നുണ്ട്. പിന്നീട് ഗീതുവിനെയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗീതു ഇങ്ങനെ ഗോവിന്ദനെ നോക്കുമ്പോൾ ഗോവിന്ദ് തിരിഞ്ഞു മാറിയൊക്കെ നിൽക്കുന്നുണ്ട്, ഗീതുവിന് ഫോൺ കൊടുക്കാതെ. എന്നിട്ട് ആ ഫോണിലേക്ക് തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളെന്ന് എനിക്കറിയണം. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, സത്യമായിട്ടും അവൾ ആരാണെന്ന് എനിക്കറിയില്ല. കള്ളം പറയണ്ട, അവളുടെ ഡാൻസ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, വേറെ എന്തൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം. അനാവശ്യം പറയാതെ ഗീതു. ഓഹോ, നിങ്ങളുടെ ആവശ്യം എനിക്ക് അനാവശ്യം അല്ലേ? ഗീതു വീണ്ടും ചോദിക്കുന്നുണ്ട്, പറ, ആരാ അവള്, എന്താ അവളുടെ പേര്, ഏതാ അവളുടെ നാട് എന്നൊക്കെ. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഓഹോ, ഞാനത് വിശ്വസിക്കില്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ പറയാം, പറഞ്ഞില്ലെങ്കിലേ ഞാൻ പറയിപ്പിക്കാം, ഊരും പേരും നിങ്ങൾ തമ്മിലുള്ള എല്ലാ റിലേഷനും ഞാൻ പറയിപ്പിക്കാം. അവളെൻ്റെ 16,008 ഭാര്യമാരിൽ ഒരാളാണ്, പേര് കോമളവല്ലി, നാടങ്ങ് പാതാളം. ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ പാതാളത്തിലെ കോമളവല്ലിയുടെ കോമളം ഞാൻ വാഴയ്ക്ക് വളമാക്കും.
നീ എന്ത് കുന്തം എങ്കിലും ചെയ്ത് ഗോവിന്ദ് പറയുമ്പോൾ ഗീതു ഗോവിന്ദൻ്റെ കഴുത്തിലേക്ക് പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും രേഖ ദേഷ്യത്തിൽ വിഷമത്തോടെ പറയാണ്, ഗീതു വരുണേട്ടനെ ഫോണിൽ വിളിച്ചപ്പോഴല്ലേ ഏതോ ഒരുത്തി ഫോൺ എടുത്തത്. അപ്പോൾ അവൾ പറഞ്ഞത് വരുണേട്ടനെ കുറിച്ചല്ലേ. അതിന് നിങ്ങൾ തമ്മിൽ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ഗോവിന്ദ് അപ്പോൾ പറയുന്നുണ്ട്, കേട്ടോ, രേഖയ്ക്ക് ബുദ്ധിയും വകതിരിവുണ്ട്. വകതിരിവെന്ന സാധനം നിനക്കില്ലല്ലോ. അപ്പോഴേക്കും കാഞ്ചൻ ഇതിൻ്റെ ഇടയിൽ ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഫോൺ ചെയ്ത ഗോവിന്ദ് മാമനെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ്. ഗീതു ഇങ്ങനെ അപ്പോൾ കാഞ്ചനെ ദഹിപ്പിക്കുന്ന നോട്ടം ഇങ്ങനെ നോക്കുന്നുണ്ട്. രേഖ ഇങ്ങനെ വിഷമത്തിൽ പറയുന്നുണ്ട്, ഗീതു വിളിച്ചപ്പോൾ സുവർണയായിരിക്കും ഫോൺ എടുത്തത്. വരുണേട്ടൻ്റെ മുന്നിൽ അവളുടെ ഡാൻസ് കളിച്ച കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. വരുണേട്ടൻ സുവർണയുടെ അടുത്താണെങ്കിൽ അമ്മയും സത്യദാസും എവിടെയാകുമെന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. ഗോവിന്ദ മാമനും ഗീതുപ്പാപ്പയും ടൂറിന് പോയ മാതിരി രാധിക അമ്മയും സത്യദാസും കൂടെ ടൂറിന് പോയതായിരിക്കുമോ എന്ന് കാഞ്ചന ചോദിക്കുന്നു. ഗോവിന്ദ് അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, ഇത് രേഖ പറഞ്ഞ പോലെയല്ല, വേറെന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ട് എന്ന് ഗീത പറയുന്നുണ്ട്. എൻ്റെ ഫോൺ നമ്പർ കാണുമ്പോൾ രേഖേച്ചിയാണെന്ന് കരുതി സുവർണ സംസാരിക്കാൻ സാധ്യതയില്ല. ഇത് വേറെ ഏതോ പെണ്ണ എന്ന് പറയുമ്പോൾ കാഞ്ചന ഇടയ്ക്ക് പറയുന്നുണ്ട്, കണ്ടിപ്പോൾ വരുൺ മാമന് സുവർണ പാപ്പയല്ലാതെ വേറെ ഏതോ കണക്ഷൻ ഇരിക്കുക. രേഖ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, രേഖയെ വേദനിപ്പിച്ച് ഇവിടെ ആരെയും കഴിയുവാൻ ഞാൻ ഇവിടെ സമ്മതിക്കില്ല എന്ന്. അത് വരുണായാലും രാധിക അമ്മയായാലും ഈ തീരുമാനത്തിൽ മാറ്റമില്ല. അപ്പോൾ ആ സമയത്ത് അയ്യപ്പേട്ടൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയാണ്, കുഞ്ഞെ ആരും വിഷമിക്കേണ്ട, കാണാതെ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. വരുണിൻ്റെ കാറ് കണ്ട ഉടനെ ഞാൻ ഓടി വിവരം പറയാൻ വന്നതാണ്. അങ്ങനെ എല്ലാവരും ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വരുണും സത്യദാസും രാധികയും കയറി വരുന്നു. രാധിക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയറി വരികയാണ്, ഈ അന്ധനെ സംരക്ഷിച്ച് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരല്ലേ എന്ന്. കണ്ണാ, മിസ്റ്റർ സത്യദാസിനെ ഇവിടെ കൊണ്ടാക്കിയത് നീയാ. സിംഗപ്പൂർ ഷേണയുടെ അടുത്ത ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് സമ്മതിച്ചത്. ഇന്ന് തന്നെ ഇയാളെ എവിടെ നിന്ന് കൊണ്ടുപോയേക്കണം. ഇയാളോട് വരുണോടുള്ള സ്നേഹം കാരണം എൻ്റെ ആഭരണങ്ങളും പേഴ്സും മൊബൈലും ഒക്കെ എനിക്ക് നഷ്ടമായി. അപ്പോൾ വരുൺ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അതെ, അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ മൊബൈലും എൻ്റെ കഴുത്തിൽ കിടന്ന മാലയും എന്തിന് എൻ്റെ പ്രിയപ്പെട്ട രേഖ വിരലിലണിച്ച മോതിരം വരെ കൊണ്ടുപോയി എന്ന് കരുതി ഏട്ടൻ അച്ഛനായി കരുതുന്ന ഈ മനുഷ്യനെ വഴിയിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഷേണായി നമ്മുടെ ഗോവിന്ദേട്ടനെ കുറിച്ച് എന്ത് കരുതും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഭിനയിച്ച തള്ളയാണ്. അയ്യപ്പേട്ടനെ അപ്പോൾ ചോദിക്കാൻ, ഇത്രയൊക്കെ ഉണ്ടാകാൻ എന്താണ് ഉണ്ടായത്? ഞങ്ങളൊക്കെ നിങ്ങളെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. 2 ദിവസം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് അത് പറ. അങ്കിളിൻ്റെ കണ്ണ് ഇൻഫെക്ഷൻ ആണെന്ന് കരുതി ഹോസ്പിറ്റലിൽ പോയതാണ് വരുണേട്ടൻ. രാധികമ്മ എന്നെ ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോയി. എന്നിട്ട് 2 പേരും ഇപ്പോഴാണ് ഇവിടെ കയറി വരുന്നത്. ഇതിനിടയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയണം. പറയാം എന്ന് പറഞ്ഞ് വരുൺ ഇങ്ങനെ സത്യദാസിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അങ്കിളിൻ്റെ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി അങ്കിളിനെ മധുരയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചു. പോകുന്ന വഴിയിൽ അങ്കിളിനൊരു ഫോൺ വന്നു. അതോടെ ആളെ കാണാതായി. ഇയാളെ കാണാതായ സമയത്ത് എൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ വരുണിനെ വിളിച്ചു. കണ്ണന് വേണ്ടി മാത്രം ഞാൻ ഇയാളെ അന്വേഷിക്കാൻ വരുണിൻ്റെ കൂടെ പോയി. ആ യാത്രയിൽ ഏതോ ഒരുത്തി ഞങ്ങളെ കൊള്ളയടിച്ച് കളഞ്ഞ് എല്ലാം കൊണ്ടുപോയി. എൻ്റെ കഴുത്തും കാതും കൈയൊക്കെ കണ്ടില്ലേ, എല്ലാം പോയി കണ്ണാ. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, അപ്പോൾ ഗീത ചേച്ചി വരുണേട്ടനെ വിളിച്ചപ്പോൾ ആ കള്ളിയായിരിക്കും ഫോൺ എടുത്തത്. കാഞ്ചന അപ്പോൾ ചോദിക്കേണ്ട, അല്ല, കാണാതെ പോയ സത്യദാസിനെ എങ്ങനെ കിടച്ചു? അപ്പോൾ ഒരു സംശയിച്ച് നിൽക്കുകയാണ്. പറയാനായിട്ട് മറുപടിയൊന്നുമില്ല. ഇതൊക്കെ ഗീത ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സത്യദാസ് അങ്ങ് കരയാണ്. അപ്പോൾ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണ്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അങ്കിളെ കരയാതെ, എല്ലാം ശരിയാകും. ഗോവിന്ദ് പറയുന്നുണ്ട്, നിർത്തടാ, ഈ നാടകം തുടങ്ങിയിട്ട് കുറേ നേരമായി. ഈ നിൽക്കുന്ന സത്യദാസിനെ സഹായിക്കണമെന്നോ കരുതണമെന്നോ നിങ്ങളോട് ആരെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ കണ്ണ, സിംഗപ്പൂർ ഷേണായി എന്ന് രാധിക പറയുമ്പോൾ കണ്ണൻ ഇങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, സിംഗപ്പൂർ ഷേണായി നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവാണോ? അപ്പോൾ രാധികയ്ക്ക് ഇങ്ങനെ അന്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഗീതന് ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ഇനി പറ, നിങ്ങൾ എവിടെ പോയി?
സത്യദാസ് അടുത്ത കള്ളമായിട്ട് ഇതാ തുടങ്ങുന്നുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ലക്ഷ്മി, വിജയലക്ഷ്മി, അവൾക്ക് വയ്യാതായി എന്നറിഞ്ഞപ്പോൾ ഞാൻ സ്വയം മറന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ പോയത്. ജലപാനം പോലും ചെയ്യാതെ ഞാൻ ക്ഷേത്രത്തിൽ ഉപവാസമായിരുന്നു. ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ അവരുടെ ആരാ? പറ, അമ്മയുടെ ആരാ നിങ്ങൾ? ഇതൊക്കെ കേട്ട് സത്യദാസ് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. വിജയലക്ഷ്മി എൻ്റെ ആരാന്ന് നിനക്കറിയില്ലേ? എങ്കിൽ പറയാം, എല്ലാവരും ചെവി തുറന്നു വെച്ച് കേട്ടോളൂ. വിജയലക്ഷ്മി എൻ്റെ ഭാര്യയാണ്. രേഖയ്ക്കും പ്രിയയ്ക്കും ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഈ കള്ളക്കഥ ഞാൻ ഇനി വിശ്വസിക്കില്ല. നിങ്ങൾ അവരുടെ ആരുമല്ല. നിങ്ങളെപ്പോലൊരു നീചനെ എൻ്റെ അമ്മ ഭർത്താവായി സ്വീകരിക്കില്ല. സത്യദാസ് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, വിജയലക്ഷ്മി അമ്മയെപ്പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരൊരിക്കലും തന്നെപ്പോലെ ഒരുത്തനെ കല്യാണം കഴിക്കില്ല. എല്ലാം അയാളുടെ അടവാണ്. എന്തോ ഗൂഢലക്ഷ്യം മനസ്സിൽ വെച്ച് ഈ കുടുംബത്തിൽ കയറിപ്പറ്റാൻ വേണ്ടി രഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ അയാൾ ഈ കുടുംബത്തിൽ വലിഞ്ഞു കയറിയത്. രാധിക അപ്പോൾ ചോദിക്കേണ്ട, അത് കളവാണെന്ന് നിനക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? ചിലപ്പോൾ ഇദ്ദേഹം തന്നെയായിരിക്കും രഞ്ജുവിൻ്റെ അച്ഛൻ. ഗോവിന്ദ് അല്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയ അയാളെ എൻ്റെ അമ്മ അടുപ്പിക്കുകയോടെ ഇല്ല. സത്യദാസ് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നോക്കുന്നുണ്ട്. ഭയപ്പെട്ടൻ ചോദിക്കുന്നുണ്ട്, ഗോവിന്ദ കുഞ്ഞ് എന്താ പറഞ്ഞത്? മാധവ മുതലാളി? അതെ അയ്യപ്പെട്ട, അയാൾ സത്യദാസ് അല്ല, ഭാസ്കരനാ. ഇയാൾ മനാർക്കലിയും CA കൃഷ്ണകുമാറും ചേർന്നാണ് എൻ്റെ അച്ഛനെ ലോക്കപ്പിൽ കെട്ടിത്തൂക്കിയത്. എല്ലാ നാടകവും ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ അച്ഛനെ കൊന്ന നിങ്ങളെന്ന് പറഞ്ഞ് സത്യദാസിനെ കഴുത്തിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗോവിന്ദനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സത്യദാസ് പറയുന്നുണ്ട്, ഇത്രയും നീ അറിഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടെ ഞാൻ പറയാം. നീ ജീവന് തുല്യം സ്നേഹിക്കുന്ന രഞ്ജു, നിൻ്റെ കൂടപ്പിറപ്പെന്ന് വിശ്വസിക്കുന്ന അവൾ അനാർക്കലിയുടെ മകളാ. ഗീതു ഇങ്ങനെ അതിശയിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾക്കൊപ്പം അവളെ ഞാൻ കൊല്ലും. ഗോവിന്ദ് സത്യദാസിനെ കുറിച്ച് പറഞ്ഞ സത്യങ്ങളും അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ ഗീതു സ്വപ്നം മനസ്സിൽ കണ്ടതാണ്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഗോവിന്ദ് ചോദിക്കുകയാണ്, പറ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അവരുടെ ആരാണെന്ന് നിനക്കറിയില്ലേ മോനെ പറഞ്ഞിട്ട് സത്യദാസ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഗോവിന്ദ് തടയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അത് പറഞ്ഞിട്ട് നിങ്ങൾ അകത്തേക്ക് കയറിയാൽ മതി. ഗോവിന്ദ് ഇങ്ങനെ പറയുമ്പോൾ ഗീത പറയുന്നുണ്ട്, വേണ്ട കണ്ണേട്ട, അമ്മയ്ക്കിപ്പോൾ വേണ്ടത് എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. അമ്മയുടെ അസുഖം അറിഞ്ഞ് വലിയ വലിയ ആൾക്കാർ ഫോൺ വിളിച്ച് അവരുടെ ആശങ്ക പങ്കുവച്ചില്ലേ? നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആരാധകർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഇദ്ദേഹത്തിനും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കണ്ണേട്ടനെ എതിർക്കരുത്. ഗീത പറയുന്നുണ്ട്, അകത്തേക്ക് ചെല്ലെന്ന് പറയുമ്പോൾ വരുൺ സത്യദാസിനെ പിടിച്ച് അകത്തോട്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. രാധികയ്ക്ക് മനസ്സിലെ സമാധാനമുണ്ട്. എന്നിട്ട് പുറത്ത് അഭിനയിക്കുകയാണ്. നീ എന്തിനാ കണ്ണ അയാൾ അകത്തേക്ക് കയറ്റാൻ സമ്മതിച്ചത്? എത്രയും വേഗം സത്യദാസിനെ ഇവിടുന്ന് പുറത്താക്കണം. എങ്കിൽ രാധികാമ്മ ചെന്ന് തന്നെ പുറത്താക്ക്. ആ പഴി കണ്ണേട്ടൻ്റെ തലയിൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഗീതു ഗോവിന്ദനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഗീതു ഇതിനൊക്കെ സമ്മതം കൊടുത്തത് ഗീതു മനസ്സിൽ നേരത്തെ കണ്ട സ്വപ്നം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗീതു അത് പേടിച്ചിട്ടാണ് സത്യദാസിനെ അകത്തേക്ക് കയറ്റാൻ സമ്മതിച്ചത്. രാധിക അയ്യപ്പേട്ടനോടടുത്ത് പറയുന്നുണ്ട്, അയ്യപ്പ, താൻ തന്നെ കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്ക്, അയാൾ കുഴപ്പക്കാരനാണെന്ന് എന്ന് പറയുമ്പോൾ അയ്യപ്പൻ ദേഷ്യത്തിലങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് രേഖയോടും പറയുന്നുണ്ട്, രേഖയെ നിങ്ങൾ ഗോവിന്ദേട്ടനോടൊന്ന് പറ മക്കളെ എന്ന് പറയുമ്പോൾ രേഖ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. രേഖയും പ്രിയ അകത്തേക്ക് പോകുന്നു. കാഞ്ചന അപ്പോൾ പറയുന്നുണ്ട്, സത്യമാമനെ പുറത്താക്കാൻ ഞാൻ ഗോവിന്ദ മാമനോട് ചൊല്ലേ എന്ന് പറയുമ്പോൾ രാധിക ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നീ കൂടി നുണച്ചു പിശാചി എന്ന് പറഞ്ഞിട്ട് രാധിക അകത്തേക്ക് പോകുന്നു. പിന്നീട് ഗോവിന്ദനെ ഗീതുവിനാണ് കാണിക്കുന്നത്. ഗോവിന്ദ് ഗീതുവിനോട് ദേഷ്യപ്പെടുകയാണ്, നീ എന്തിനാ അയാളെ പുറത്താക്കുന്നതിൽ നിന്നും തടസ്സം നിന്നത്? എന്തിനാ അയാൾക്ക് അകത്ത് കയറാൻ അനുവാദം കൊടുത്തത്? നീ കളമാറ്റി ചവിട്ടിയതോടെ ജയിച്ചത് അയാളാണ്. എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയ ഭാസ്കരൻ എല്ലാവരെയും മുന്നിൽ വെച്ച് എന്നെ തോൽപ്പിച്ചത് അയാളോ രാധികാമ്മയോ വരുണോ ഒന്നുമല്ല, നീയാ എന്നിങ്ങനെ ഗോവിന്ദ് പറയുമ്പോൾ ഗീത പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സമാധാനത്തോടെ ആലോചിച്ചാൽ ഞാൻ ചെയ്തതാണ് ശരിയെന്ന് കണ്ണേട്ടന് മനസ്സിലാവും. ഇല്ല, നീ പറയുന്ന ന്യായങ്ങൾ എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഇനി മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല.
ഇപ്പം തന്നെ ഞാൻ ഇയാളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞ് ഗോവിന്ദ് പോകാൻ തുടങ്ങുമ്പോൾ ഗീത തടയുന്നുണ്ട്. കണ്ണേട്ട, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒരിക്കൽ കൂടെ അയാൾ കണ്ണേട്ട ചോദ്യം ചെയ്തിരുന്നെങ്കിൽ അയാൾ നമ്മുടെ അമ്മയുടെ രണ്ടാം ഭർത്താവാണെന്നും രഞ്ജുവിൻ്റെ അച്ഛനാണെന്നും എല്ലാവരുടെ മുന്നിൽ വിളിച്ച് പറയില്ലേ? അയാൾ അങ്ങനെ പറഞ്ഞാൽ അല്ലെന്ന് ഞാൻ വാദിക്കുമായിരുന്നു. അത് വെറും വാദമല്ലേ? തെളിവില്ലാതെ അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇനി ആരെങ്കിലും അമ്മയുടെ അങ്ങനെ ചോദിച്ചാൽ പോലും അമ്മ എന്താ പറയുക? സത്യദാസ് രഞ്ജുവിൻ്റെ അച്ഛനാണെന്നല്ലേ? അപ്പോൾ സത്യദാസിൻ്റെ മുന്നിൽ തോൽക്കുന്നത് ആരാ? കണ്ണേട്ടൻ തന്നെയല്ലേ? ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അത് തടസ്സമാവുമെന്ന് ഓർക്കണം. കണ്ണേട്ടൻ്റെ അച്ഛനെ ശത്രുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഇല്ലാതാക്കിയതാണോ അതോ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ളതിന് നമുക്ക് തെളിവ് കണ്ടെത്തണം. മർഡർ ആണെങ്കിലും സൂയിസൈഡ് ആണെങ്കിലും ഭാസ്കറിനുള്ള പങ്ക് അത് തെളിയിക്കണം. അതിനു മുമ്പേ കണ്ണേട്ടൻ ആവേശം കൂടി സത്യദാസിനെ പുറത്താക്കിയാൽ നമുക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട്. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ അയാളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഗോവിന്ദ് പറയുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അയാൾ ക്ഷേത്രത്തിൽ ഉപവാസം ഇരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം വിട്ട് പോവില്ലേ? എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ വിഷമിച്ചിട്ട് പറയണം, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു, സോറി എന്ന് ഗീതുവിനോട് പറയുന്നുണ്ട്. ഗീതു ഇങ്ങനെ വിഷമിച്ചിട്ട് മനസ്സിൽ പറയാണ്, ഞാൻ ചെയ്യുന്നത് ആത്മവഞ്ചനയാണ്. കണ്ണേട്ടനെയും കുടുംബത്തെയൊക്കെ ചതിക്കുക. സത്യദാസ് എത്രയും വേഗം പുറത്താകണമെന്ന് ആഗ്രഹിച്ച് തന്നെ എനിക്ക് അയാളെ പിന്തുണയ്ക്കേണ്ടി വരുന്നു. രഞ്ജുവിനും അമ്മയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തേ പറ്റൂ. അങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോവിന്ദ് അടുത്തേക്ക് വിളിച്ചിട്ട് ഗോവിന്ദ് ആശ്വസിപ്പിക്കുന്നുണ്ട്. നീയാ ഗീതു, ശരി. ഞാൻ ചിലപ്പോൾ ഇനിയും നിയന്ത്രണം വിട്ട് ഇങ്ങനെ പെരുമാറിയെന്നിരിക്കും. അപ്പോഴൊക്കെ എന്നെ ഇതുപോലെ ഒന്ന് പിടിച്ചോണം. ആദ്യമൊക്കെ കുറച്ച് ദേഷ്യപ്പെട്ടാലും നീ പറയുന്നതൊക്കെ എനിക്ക് പിന്നീട് ബോധ്യമാകും. ഇത്രയും പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ വിഷമിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. പിന്നീട് ഗീതു വയലത്തൊട്ടിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛന് ഈ അമ്മയിലുള്ള വിശ്വാസം അതാ കുഞ്ഞെ എന്നെ കൂടുതലിപ്പോൾ പേടിപ്പിക്കുന്നത്. ഗീതു ഇങ്ങനെ വയറ്റിലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറയണം, അച്ഛനെ പോലെ ആകണം നീ. സാഹചര്യം പോലെ അമ്മയെ പോലെ വിശ്വാസവഞ്ചന കാട്ടരുത് ഒരിക്കലും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു വളരെ വിഷമിച്ച് കാണിച്ചുകൊണ്ടിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.